ആദ്യം ശ്രീ ജോർജ് ജോസഫ്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത് വിജിലൻസ് ആസ്ഥാനത്ത് കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം 10 പേരാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതികൾ. പ്രത്യേക അന്വേഷണ സംഘത്തിന് കാര്യങ്ങൾ കൈമാറും, അന്വേഷണം ആരംഭിക്കും. ഇത് ഇപ്പോഴത്തെ കോടതിയുടെ നിരീക്ഷണമൊക്കെ ഉണ്ട്. കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കണം, 2 ആഴ്ച കൂടുമ്പോൾ കൃത്യമായ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം കോടതിയെ. അങ്ങനെ കോടതി അല്പം സ്ട്രിക്റ്റായിട്ട് പറഞ്ഞതുകൊണ്ട് ഇപ്പോഴത്തെ പ്രതികളല്ലാതെ ഇതിൽ ഗൂഢാലോചനയിൽ പങ്കെടുത്തവർ അല്ലെങ്കിൽ ഉന്നതതലത്തിലുള്ളവരിലേക്കൊക്കെ ഈ അന്വേഷണം പോകുമെന്ന് പ്രതീക്ഷിക്കണോ? തീർച്ചയായിട്ടും അങ്ങനെയല്ലേ പോകാൻ ഒക്കുള്ളൂ. ഇത് എക്കോ വരുന്നുണ്ട്. മാറ്റാം സാർ, പറഞ്ഞോളൂ. എക്കോ വരും. അപ്പോൾ 1998-99 കാലഘട്ടത്തിൽ വിജയ് മല്യ എത്ര കിലോ സ്വർണമാണ് അവിടെ പൂശിയതും അവിടെ പാളി ചേർത്ത് വെച്ചത്? 44.800 ഗ്രാം. അതാണ് അവിടെ പൂശിയും അവിടെ പൊതിഞ്ഞും വെച്ചത്. അവിടെ മുതൽ തുടങ്ങണ്ട കാര്യങ്ങൾ. അതിനുശേഷം നമ്മൾ നോക്കിക്കോളൂ, 98-99 ശ്രീകോവിലെ മേൽക്കൂര ഇപ്പോഴും ഒക്കെ ഉണ്ട്. പ്രധാന വാതില്, ചുറ്റുമുള്ള തൂണുകള്, പണ്ടാരം, 4 കലശങ്ങള്, 3 കർണകൂടം, 4 വശത്തും ആനയുടെ രൂപം കൊത്തിയ തകിട്. ഇത്തരം സ്ഥലങ്ങളാണ് ഏകദേശം 44.800 കിലോഗ്രാം സ്വർണം കൊണ്ട് പൂശുകയും പൊതിയുകയും ചെയ്തത്. ഇതാണ് അടിസ്ഥാനപരമായ ആ സ്വർണം പൂശലും പൊതിയലും. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ 2009 ഉപദേവതാ ക്ഷേത്രമുണ്ട്, സ്വർണം പൂശിയിട്ടുണ്ട്. കന്നിമൂല ഗണപതിയും മാളികപ്പുറം ക്ഷേത്രം, നാഗരാജാവ്, ഈ 3 സ്ഥലത്തും സ്വർണം പൊതിയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ 2017 കൊടിമരം പൊതിഞ്ഞിട്ടുണ്ട് സ്വർണത്തില്. അത് ഏകദേശം 9 കിലോ സ്വർണമാണ് അവിടെ വന്നിരിക്കുന്നത്. മറ്റൊന്ന് 2019 മാർച്ചില് അവിടെ ശബരിമല ശ്രീകോവിലിലെ വീണ്ടും സ്വർണം പൂശിയിട്ടുണ്ട്. അവിടെ മുതലാണ് തരികിട തുടങ്ങിയെന്ന് എനിക്കൊരു സംശയമുണ്ട്. അത് പള്ളിക്കത്തോട് CK കൺസ്ട്രക്ഷൻ, അങ്ങനെ ആ കൂടെ CK കൺസ്ട്രക്ഷന്റെ ഉടമ CK വാസുദേവൻ, ഉണ്ണികൃഷ്ണൻ പോറ്റി, രമേശ് ബാബു, ബെല്ലാരി സ്വദേശി ഗോവർദ്ധൻ, ഇത്രയും പേരാണ് അന്ന് ആ പൂശലുമായിട്ട് ബന്ധപ്പെട്ട് നിന്നത്. അപ്പം 2019 സ്വർണം പൊതിഞ്ഞ പാളികൾ അടിച്ചെടുത്ത് കൊണ്ടുപോയി. അവിടാണ് കടത്തു തുടങ്ങിയത്. അത് സ്മാർട്ട് ക്രിയേഷനിൽ കൊണ്ടുപോയി. അതിന്റെ വിവരങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. അപ്പൊ ശബരിമലയില് മൊത്തമായി എത്ര കിലോ സ്വർണം പൊതിഞ്ഞ് അല്ലെങ്കിൽ എത്ര കിലോ പൂശി അത് മുഴുവൻ അവിടുന്ന് കടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അത് തന്നെയല്ല സാർ, 60 ജോലിക്കാര് 2-3 മാസം കൊണ്ടാണ് വിജയ് മല്യയുടെ 44 കിലോ 800 ഗ്രാം സ്വർണം അവിടെ പൂശി നടപടിയെടുത്ത്. ഇനി അവിടെ ഒന്നുമില്ല, ചെമ്പ് മാത്രമായി അവശേഷിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ തട്ടിപ്പ്, ഇതുപോലൊരു തട്ടിപ്പ് ശബരിമലയിൽ നടത്തിയത് അവിടുത്തെ ദേവസ്വം മന്ത്രി മുതൽ അവിടുത്തെ ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, മന്ത്രിമാര്, ഇവരെല്ലാം അറിയാതെ അവിടെ ഒന്നും ചെയ്യാൻ ഒക്കില്ല. ശബരിമലയിൽ നിന്ന് ഒരു സ്വർണം ഒരു സാധനവും വെളിയിൽ കൊണ്ടുപോകാൻ പാടില്ലല്ലോ. പക്ഷെ എങ്ങനെയാണ് ഇത് കൊണ്ടുപോയത്? ആരുടെ സ്വാധീനത്തിലാണ്? അവിടെയാണ് ഈ കള്ളത്തരത്തിൽ. കാരണം ഇത് അടിച്ചു മാറ്റി വെളിയിൽ കൊണ്ടുപോയി അതിന്റെ സ്വർണം പൂശിയതും പതിച്ചതും എല്ലാം അഴിച്ചെടുത്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് വാതിലുമായിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ ഒരു വാതില് അവിടുത്തെ സ്റ്റോർ റൂമിൽ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞെങ്കിലും അവിടുത്തെ സ്പെഷ്യൽ ഓഫീസർ SP അത് നോക്കിയിട്ട് കണ്ടില്ല എന്നും പറയുന്നുണ്ട്. പക്ഷെ ഒരു അഡീഷണൽ വാതിൽ നമുക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പെങ്ങളുടെ വീട്ടിൽ നിന്ന് കിട്ടിയിരിക്കുന്നു. അപ്പൊ ഇതിനകത്ത് വ്യാപകമായി അവിടെ പൂശിയതും പതിച്ചതുമായ മുഴുവൻ സ്വർണവും പോയി കഴിഞ്ഞിരിക്കുന്നു. ഇതിന് കൂട്ടുനിന്നവരാരാണ്? അല്ല, ഈ നമ്മുടെ വിജിലൻസിന്റെ പ്രാഥമികമായ അന്വേഷണം അതിന്റെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കോടതി ചില നിരീക്ഷണങ്ങൾ നടത്തുന്നു. ഇന്നലെ അതുമായി ബന്ധപ്പെട്ട കോടതിയുടെ കണ്ടെത്തലൊക്കെ നമ്മൾ വരികയും ഉത്തരവ് നമ്മൾ വായിച്ചതും ചർച്ച ചെയ്തതുമൊക്കെയാണ്. അവിടെ
അതനുസരിച്ചാണ് ഇപ്പോൾ 10 പേരെ, ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം മറ്റ് 9 പേരുള്ള ഉദ്യോഗസ്ഥരടക്കം 10 പേരെ പ്രതി ചേർത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്, കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. നമുക്കറിയേണ്ടത് ഈ പറഞ്ഞതുപോലെ ഇവർ മാത്രമാണോ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണല്ലോ. സാധാരണ നമുക്കറിയാം പല അന്വേഷണങ്ങളും ഈ സർക്കാരിൻ്റെ വിജിലൻസ് ആണ്, ഈ സർക്കാരിൻ്റെ പ്രത്യേക അന്വേഷണ സംഘമാണ്, കോടതിയുടെ നിരീക്ഷണമുണ്ട് എങ്കിൽ പോലും ഇതിന് മുൻപുള്ള പല കേസുകളിലും ഇത്തരം ഗൗരവതരമായ പല ആരോപണങ്ങളും ഉന്നതതലങ്ങളിലേക്ക് അന്വേഷണം നീളത്തക്ക വിധത്തിലുള്ള പല ആരോപണങ്ങളും തെളിവുകളും ഒക്കെ പുറത്തു വന്നപ്പോൾ ഒടുവിൽ അന്തിമ റിപ്പോർട്ട് ഫലം വരുമ്പോൾ അതൊക്കെ ആവിയായി പോവുകയാണ്. അതിവിടെ സംഭവിക്കുമെന്നുള്ളതാണ് സംശയം. അത് സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അവിടുത്തെ ഒരു SP, സ്പെഷ്യൽ വിജിലൻസ് SP ഒരു റിപ്പോർട്ട് ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട്. അതത്ര വിശ്വാസം എനിക്ക് തോന്നിയിട്ടില്ല. ഹൈക്കോടതിക്ക് അങ്ങനെ തന്നെ തോന്നിയിട്ടുണ്ട്. കാരണം അദ്ദേഹം ഇതിന്റെ ഒരു പാർട്ടാണല്ലോ. അദ്ദേഹം ഒരു SP റാങ്കിലെ ഒരാള് അവിടെ ഇരുന്നിട്ട് പിടി വീണു എന്ന് കഴിഞ്ഞപ്പം കുറെ അന്വേഷണം നടത്തി ഒരു റിപ്പോർട്ട് കൊടുത്തെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കഴിയില്ല. അവിടെ ഒരു വിജിലൻസ് SP-യെ വെച്ചിരിക്കുന്നത് എന്തിനാണ്? ഇതുപോലെയുള്ള തട്ടിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാനല്ലേ. അപ്പൊ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യാൻ ഹൈക്കോടതി ഒന്ന് ഈ തട്ടിപ്പ് കണ്ടുപിടിച്ച് അതിലേക്കൊരു അന്വേഷണം നടത്താൻ തുടങ്ങിയപ്പം തന്നെ വിജിലൻസ് ഓഫീസർ റിപ്പോർട്ട് കൊടുത്തതിനകത്തും അത് മുഴുവനായിട്ടും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. പല കാര്യങ്ങളും അതിനകത്ത് ഒളിച്ചു വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് വിജിലൻസ് ഓഫീസറാണ് ആ റിപ്പോർട്ട് കൊടുത്തെന്ന് പറഞ്ഞാൽ അത് എന്നെപ്പോലെ ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ കഴിയില്ല. ഇതിനകത്ത് 10 പേരല്ല, ഇനി ധാരാളം പേര് വരും. ശരി. 2 അവിടുത്തെ പ്രസിഡന്റുമാര്, അവിടെ 2 പേരുണ്ട്. ഈ വാസുവുണ്ട്, പത്മകുമാറും ഉണ്ട്. അവരുടെ റോൾ എന്താണ് ഈ പീരീഡിലുള്ളവര്? തീർച്ചയായിട്ടും അവര് പ്രതിസ്ഥാനത്ത് വരണ്ടേ? ശരി ശരി. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ PS പ്രശാന്ത് ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. പോറ്റിക്കെതിരെയും അദ്ദേഹം പൂജാരിയല്ലേ, കുഴപ്പമില്ല. കാരണം സോണിയാഗാന്ധിയുമായി ചേർന്ന് നിന്നുള്ള ഒരു ചിത്രം വന്നു. ബഹുമാനായ UDF കൺവീനർ അടൂർ പ്രകാശുമായി ചേർന്നുള്ള ഒരു ചിത്രം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ കമന്റ്, അതൊക്കെ പൂജാരിയല്ലേ. ഇപ്പോഴും പൂജാരി എന്നുള്ള മട്ടിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പുള്ളി വിലയിരുത്തുന്നത്. അതല്ലാതെ ഒരു കള്ളൻ അല്ലെങ്കിൽ ഒരു കൊള്ളക്കാരൻ എന്നുള്ള മട്ടിലേക്ക് പുള്ളി വരുന്നേയില്ല. ഇപ്പോഴും പുള്ളി കള്ളൻ എന്ന് പറയുന്നത് തന്നെയാണ്. അതെനിക്ക് മനസ്സിലായി. അതിന്റെ ചെയ്ത ഉപകാരം എനിക്ക് മനസ്സിലാവുന്നില്ല.